സംസ്ഥാനത്തെ ഹൗസ് ബോട്ടുകളിൽ പാചകം ചെയ്യുന്നത് നിർത്തിവെക്കണമെന്ന് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ. പാചകവാതകമോ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ചോ ഹൗസ് ബോട്ടുകളിൽ പാചകം ചെയ്യുന്നത് നിർത്തിവെപ്പിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് കമ്മീഷന്റെ താൽക്കാലിക ഉത്തരവ്. കൊച്ചിയിൽ നടന്ന സിറ്റിംഗിലാണ് താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹൗസ് ബോട്ടുകൾക്ക് തീപിടിച്ച് വലിയ നാശനഷ്ടമുണ്ടാകുന്നത് പതിവായതോടെയാണ് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഹൗസ് ബോട്ടുകളിൽ പാചകം ചെയ്യുന്നത് നിർത്തിവെക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശം. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ കേരളത്തിലെ ഹൗസ് ബോട്ടുകളിൽ പാചകവാതകമോ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ചോ പാചകം ചെയ്യുന്നത് നിർത്തിവെപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്നാണ് കമ്മീഷന്റെ താൽക്കാലിക ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. മനുഷ്യജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് ഉചിതമായ നടപടി എന്ന നിലയിലാണ് കമ്മീഷൻ തീരുമാനമെന്ന് ജസ്റ്റിസ് വി കെ മോഹനൻ പറഞ്ഞു. ഈ ഹൗസ് ബോട്ടുകളിൽ നടത്തുന്ന പാചകത്തിൻ്റെ ഭാഗമായിട്ട് തീപിടുത്തം മൂലം ഉണ്ടാകുന്ന അപകടം ഏത് സമയത്തും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം നിർത്തിവെക്കേണ്ടതൊരാവശ്യമാണ്. കാരണം ഒരു അപകടം ഉണ്ടായി അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ മരിക്കാനിടയായ ഒരു സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാന ഒരു വഴി. ആലപ്പുഴ പുന്നമടക്കായലിൽ കഴിഞ്ഞ 23-ന് ഹൗസ് ബോട്ടിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. 21 ഹൗസ് ബോട്ടുകൾ സമാന രീതിയിൽ തീപിടിച്ച് നശിച്ചതായി കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആളപായം ഉണ്ടായില്ലെങ്കിലും ബോട്ടുടമകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടവും ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും കമ്മീഷൻ വിലയിരുത്തി. ഈ സാഹചര്യത്തിലാണ് കൊച്ചിയിൽ ചേർന്ന സിറ്റിംഗിൽ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.